എൻ്റെ ഫേവറേറ്റ് മൂവി ജോണറാണ് മിസ്റ്ററി ത്രില്ലേഴ്സ്. അപ്പോൾ അതിലേക്ക് ഒരു ഹൂ ഡൺ ഇറ്റ് മർഡർ മിസ്റ്ററി വന്നു കഴിഞ്ഞാൽ ഐ കനോട്ട് മിസ് ഇറ്റ്, റൈറ്റ്? സോ ഈ ഒരു ജോണറിൽ കഴിഞ്ഞ മാസം നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ മൂവിയാണ് ദ തേഴ്സ്ഡേ മർഡർ ക്ലബ്. 2020 ഈ സെയിം നെയിമിൽ ഒരു ബുക്ക് പുറത്തിറങ്ങേണ്ടായി. ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ IMDb എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു ആവറേജ് റേറ്റിംഗ് ആണ് ഈ പടത്തിനുള്ളത്. റീസൺ ഒരു ബുക്ക് പടമായിട്ട് വരുമ്പോൾ എന്തായാലും ആവറേജ് റേറ്റിംഗ് കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഐ ഡിസൈഡഡ് ടു ഗിവ് ഇറ്റ് എ വാച്ച്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ദ തേഴ്സ്ഡേ മർഡർ ക്ലബ്. 2 hours ആണ് ഈ പടത്തിന് റൺ ടൈം. അപ്പോൾ എന്തിനാ പറയാലോ, ഇതൊരു കോംഫി വാച്ചാണ്. അതായത് സമാധാനപരമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫണ്ണോടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മർഡർ മിസ്റ്ററി 2 മണിക്കൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടത്തിന് ഒരു സീരിയസ് ടൂൺ അല്ല ഉള്ളത്. ഒരു കോമിക് ഒക്കെ ആയിട്ട് ഒരു 4 പേര് ഒരു ക്ലബ്ബ് റൺ ചെയ്യുന്നു. അവർ ഒരു മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അവരെ തന്നെ ബാധിക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. അപ്പോൾ ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഹൂ ഡൺ ഇറ്റ്, ഹൗ ഡൺ ഇറ്റ്, വൈ ഡൺ ഇറ്റ് എന്നുള്ളതൊക്കെയാണ്. ഈ ഹൗ ഡൺ ഇറ്റ് അത്ര വലിയ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, കാരണം അത് ആദ്യം തന്നെ പറയുന്നുണ്ട് ഹൗ. പക്ഷെ ആര്, എന്തിന് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. ഇപ്പോൾ 2 മണിക്കൂറാണ് റൺ ടൈം വരുന്നത്. അപ്പോൾ ഈ പടത്തിൽ എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ച് കാണാൻ മാത്രം ത്രില്ലർ അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ ഒന്നുമല്ല മൂവി. ഒരു മർഡർ എന്തായാലും കണ്ടുപിടിക്കും അവസാനം എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെ അത് അൺഫോൾഡ് ചെയ്തു പോകുന്നു എന്നിങ്ങനെ പോകാൻ പറ്റിയൊരു പടം. പിന്നെ അതിൽ ഹൂ ഈസ് ദ കില്ലർ എന്നുള്ളതൊന്നും അത്ര പ്രെഡിക്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരുപാട് ഈ സിമിലർ ജേണർ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു കില്ലറിനെ പ്രതിഷ്ഠിക്കും പടത്തിൻ്റെ പകുതി ആകുമ്പോൾ തന്നെ. അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ളൊരു എൻഡിങ് ആണ് പടത്തിനുണ്ടായിരുന്നത്, വിച്ച് ഐ ഫൈൻഡ് ഇറ്റ് ഗുഡ്. ഓക്കെ, സോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒരു സമാധാനപരമായിട്ടൊരു മർഡർ മിസ്റ്ററി കാണണമെങ്കിൽ ഇരുന്ന് കാണാൻ പറ്റിയൊരു പടം. അത്രയ്ക്ക് വലിയ ചിന്തിക്കാൻ മാത്രം ടഫും അങ്ങനെയായിട്ടൊന്നും ഈ പടത്തിലില്ല. ഭയങ്കര ഡാർക്ക് വേണോ അല്ലെങ്കിൽ വയലൻസോ അങ്ങനെ ഒന്നും ഈ പടത്തിലില്ല. ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു രാത്രി ഒരു ഭക്ഷണം കഴിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു പടം. ഒരു തമാശയാണ് ഇതിൻ്റെ, ഒരു കോമഡിയാണ് ഇതിൻ്റെ മേജറായിട്ട് വരുന്നൊരു ഫാക്ടർ, മോർ ദാൻ ദ മിസ്റ്ററി ഇറ്റ് സെൽഫ്. പക്ഷേ ഹൂ ഡൺ ഇറ്റ് എന്നുള്ള രീതിയിൽ ഒരു പാസ് മാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മൂവിയാണ്. സോ എനിക്കിഷ്ടപ്പെട്ടു. ഐ വുഡ് സേ ഇറ്റ്സ് ഗുഡ്. ഗിവ് ഇറ്റ് എ ഗോ.